നമസ്കാരം. മലേഷ്യയിലെ രണ്ടാമത്തെ വലിയ നഗരമായ ജോർജ് ടൗണിലേക്ക് ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ബട്ടർവർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. കോലാലംപൂരിൽ നിന്ന് ഇപ്പം ഞങ്ങൾ ഇവിടെ വന്നിറങ്ങിയതേ ഉള്ളൂ. ഞങ്ങൾ വന്ന ട്രെയിൻ ഇതാ ഇവിടെയുണ്ട്. ഇത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. അതോടൊപ്പം ഈ ഒരു ബട്ടർവർത്ത് സ്റ്റേഷൻ ഒരു എൻഡ് സ്റ്റേഷനാണ്. അങ്ങ് അവിടെയാണ് സ്റ്റേഷൻ അവസാനിക്കുന്നത്. ഇത് KTM കമ്മ്യൂട്ടറാണ്. അതായത് ഇതൊരു AC സബർബൻ ട്രെയിൻ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതൊരു കിടിലൻ വണ്ടിയാണ് കേട്ടോ. അതായത് മലേഷ്യയിലെ ഏറ്റവും വേഗത്തിലോടുന്ന ഒരു ട്രെയിൻ സർവീസുകളിൽ ഒന്നാണിത്. ETS ഇലക്ട്രിക് ട്രെയിൻ സർവീസ്. ഞങ്ങൾ ഒരുപാട് നേരമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ നേരെ ഇതുവഴി പുറത്തേക്ക് ഇറങ്ങാം. ബട്ടർവർത്ത് സ്റ്റേഷൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയിപ്പോൾ നേരെ ഫെറി ഉള്ള ഭാഗത്തേക്കാണ് പോകാനുള്ളത്. ഇവിടെ തന്നെ ബോർഡുണ്ട്. നേരെ നടക്കാം. ശരിക്കും ഇനിയിപ്പോൾ ജോർജ് ടൗണിലേക്ക് പോകുമ്പോൾ ഏറ്റവും ചീപ്പായിട്ട് പോകാൻ പറ്റുന്ന തന്നെയാണ് ഫെറി. ഇപ്പോൾ 3:30 കഴിഞ്ഞു. ഏതൊക്കെ സമയത്താണ് ഇനി ഉള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഇതാ ഈ ഒരു ഭാഗത്താണ്. ഇനിയിപ്പോൾ ഈ ഒരു ഐലൻഡിലേക്കാണ് പോകാനുള്ളത്. അവിടെയാണ് ജോർജ് ടൗണൊക്കെ വരുന്നത്. ഇത്രേ പോകാനുള്ളൂ. പെനാങ് സെൻട്രലാണിത്. അതായത് ഇവിടെ തന്നെയാണ് ബസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, ഇതാ ഫെറി ടെർമിനൽ കൂടി എല്ലാം ഒരേ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ നേരെ ഇങ്ങോട്ടാണ്. ഇനിയിപ്പോൾ എത്ര മണിക്കാണ് ഫെറി ഉള്ളത് നോക്കണം. മിക്കവാറും ഒരു 4 മണി സമയത്തേക്ക് ഉണ്ടാകാം. ജോർജ് ടൗണിലേക്കുള്ള ഫെറീൻ്റെ ടിക്കറ്റ് നമുക്ക് ഇതുവഴി എടുക്കാനായി സാധിക്കും. നമ്മുടെ കയ്യിൽ ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ് ഉണ്ട്. അപ്പോൾ സുഖമായിട്ട് ഇവിടെ നിന്ന് എടുക്കാം. 3:57 4 മണിക്കൊരു ഫെറി ഉണ്ട്. ഇപ്പോൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 2 റിങ്കറ്റാണ് ആയത്. ഇപ്പം എന്തായാലും പെട്ടെന്ന് ഇതിൻ്റെ കയറാം. ജസ്റ്റ് മിസ്സാണ്. 4 മണിക്കത്തെ ഫെറി പോയി. ഇനി 4:30 ഉള്ളൂ. ജസ്റ്റ് 1 മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഫെറി നഷ്ടപ്പെട്ടത്. കുഴപ്പമില്ല. ഇതാ ഇവിടെ വെയിറ്റ് ചെയ്യാനുള്ള ഒരുപാട് സൗകര്യമുണ്ട്. അത്യാവശ്യം നല്ലൊരു വൃത്തിയുള്ള പ്ലേസ് തന്നെയാണ് ഇതൊക്കെ. അങ്ങനെ ഫെറിയിലേക്ക് കയറുകയാണ്. 4:25 ഇപ്പോൾ. 2 വീലറുകൾ ആദ്യം കയറി, എന്നിട്ടാണ് യാത്രക്കാരെ കയറ്റുന്നത്. നല്ല വ്യൂ കിട്ടുന്ന ഭാഗം നോക്കി നിൽക്കാം. ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ. പെനാങ് പോർട്ടാണിത്. അങ്ങ് ദൂരെയാണ് ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ള ജോർജ് ടൗൺ. ഒരുപാട് കെട്ടിടങ്ങളൊക്കെ ഇതാ അങ്ങ് അവിടെയായിട്ട് കാണാനായി സാധിക്കും. കുറച്ച് 2 വീലർ കൂടി വരുന്നത് കാണാം. 4:30 ഇപ്പം തന്നെ ഇത് എടുക്കും. അങ്ങനെ ഇതാ ഇവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. പെനാങ് സെൻട്രൽ എന്ന് എഴുതിയതൊക്കെ കാണാം അവിടെ. ഇവിടെ വലിയൊരു കപ്പൽ നിർത്തിയത് കാണാം. ഇത് അത്യാവശ്യത്തിന് നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. അങ്ങ് അതിലൂടെയാണ് റോഡ്. ഇതിൻ്റെ അകത്ത് വാഹനങ്ങളൊക്കെ ഈ ഭാഗത്താണ് പാർക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ സെപ്പറേറ്റ് ക്യാബിൻസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ അകത്തും ഇരിക്കാം. അങ്ങനെ നമ്മളിതാ ജോർജ് ടൗണിൻ്റെ ആ ഭാഗത്തേക്ക് എത്തുകയാണ്. ഇവിടെയാണ് ഫെറി ടെർമിനൽ. 15 മിനിറ്റ് യാത്രയാണ് ആകെ ഉണ്ടായത്. 4:45 ഇപ്പോൾ. ആദ്യം വണ്ടികൾക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുള്ളൂ. ഒരുപാട് 2 വീലറുകൾ ഉണ്ടായിരുന്നു. ഫെറി ഇറങ്ങി നേരെ പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ തന്നെയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത്. പിന്നെ ഇവിടെ തന്നെ ഡബിൾ ഡെക്കർ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. ബട്ടർവർത്ത് നിന്ന് ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഫെറി സർവീസ് ഉണ്ട്. ഏറ്റവും ആദ്യത്തെ ഫെറി ഉള്ളത് രാവിലെ 6:30 ഏറ്റവും അവസാനം രാത്രി 11 മണിക്കും. ബംഗാലൻ രാജ തുൻ ഉഡ എന്നാണ് ഈ ഒരു ടെർമിനലിൻ്റെ പേര് വരുന്നത്. ഞങ്ങളിവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നൊരു 1.5 കിലോമീറ്റർ മാറിയിട്ടാണ് ഞങ്ങളുടെ റൂമൊക്കെ വരുന്നത്. ലൊക്കേഷൻ വെച്ച് പിന്നെ ഇനി നേരെ നടക്കാം. ഇതുവഴിയാണ് ഇനിയിപ്പോൾ നടന്നു പോകാനുള്ള
വഴി കാണിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ മലേഷ്യയിൽ സൺസെറ്റ് രാത്രി 7:40 ആവും. അതുകൊണ്ട് പിന്നെ പേടിക്കാനേ ഇല്ല. നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ ഈ ഒരു പകൽ സമയത്ത് തന്നെ ഇനി കാണാം. ഇനിയിപ്പം റൂമിലാദ്യം എത്തട്ടെ. കോലാലംപൂരിനെ അപേക്ഷിച്ച് ഇവിടെ ശക്തമായ ചൂടാണേ. അപ്പം ഈ ഒരു 5 മണി സമയത്ത് പോലും നല്ല ചൂട്. അവിടെ മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അല്ലേ? ഇതേ സമയത്ത് വൈകുന്നേരം നമ്മുടെ തുലാവർഷം പോലെ എന്താ പറയാ മഴയൊക്കെയാണ്. പക്ഷെ ഇവിടെ മഴയൊന്നുമില്ല, നല്ല ഒരു തെളിഞ്ഞ കാലാവസ്ഥ തന്നെ. തെളിഞ്ഞ കാലാവസ്ഥയും ചൂടും അതാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു 1 കിലോമീറ്ററിനടുത്ത് നടക്കാനുണ്ട്. ഇവിടുത്തെ ഓരോ സ്ട്രീറ്റുകൾക്കും എന്തൊരു വൃത്തിയാണ്. നമുക്ക് കടക്കാനുള്ള സമയമായിട്ടില്ല. ഇവിടെ ഈ സമയത്ത് പോലും നല്ല ട്രാഫിക്കാണ്. നമുക്ക് നേരിന് അങ്ങോട്ട് തന്നെയാണ് പോകാനുള്ളത്. പിന്നെ ഇവിടെയുള്ളത് ചൈനീസ് ആണ് കേട്ടോ കൂടുതൽ എഴുതിയിട്ടുള്ളത്. ഇവിടെ ഒരുപാട് കട്ട് ഫ്രൂട്ട്സുകളുണ്ട്. ഞങ്ങൾ പൈനാപ്പിളും മാങ്ങി വാങ്ങിച്ചു കേട്ടാ. 7 റിങ്കറ്റായി ആകെ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 400 മീറ്ററും കൂടിയേ ഉള്ളൂ നമ്മളെടുത്ത റൂമിൻ്റെ ഭാഗത്തേക്ക്. അങ്ങനെ ജോർജ് ടൗണിൽ ഞങ്ങൾ ബുക്ക് ചെയ്ത റൂമിൻ്റെ ഭാഗത്തെത്തി. ഹോട്ടൽ ഗ്രാൻഡ് ഇൻ. ഇനിയുള്ള കുറച്ച് ദിവസം ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെയാണ്. ചെക്ക് ഇൻ ചെയ്ത് അങ്ങനെ കാർഡ് കിട്ടിയേ. ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട്, അതിൽ 2 രാജ്യങ്ങളുടെ സമയമാണ്. മലേഷ്യയിലിപ്പം 5:25 ആകുന്നു, തായ്ലൻഡിലിപ്പോൾ 4:25 ആകുന്നു. 1 മണിക്കൂറിൻ്റെ ഡിഫറൻസ് ആണ്. ഇനിയിപ്പോൾ നേരെ മുകളിലോട്ട് പോവാം. റൂമിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണേ. അത്യാവശ്യം ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെയുണ്ട്. 314 നമ്മുടെ റൂം നമ്പർ. ഇനിയിപ്പോൾ ഇത് എവിടെ വെക്കാം? ഇതൊരു ഡബിൾ ഡെക്കർ റൂമാണേ. ഇവിടെ ഒരാൾക്ക് കിടക്കാം, ഈ താഴെ ഒരാൾക്ക് കിടക്കാം. പിന്നെ മുകളിലേക്ക് കയറിപ്പോകാൻ ഇതാ ഇവിടെ ഒരു ചെറിയൊരു ഏണിപ്പടിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ ഇടാനുള്ള ഒരു സൗകര്യമുണ്ട്. പിന്നെ ഇത് AC റൂമാണ്. ഇവിടെയൊക്കെ മുഴുവൻ പിന്നെ AC തന്നെയാണല്ലോ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു TV ഉണ്ട്. ഡ്രസ്സൊക്കെ ഇവിടെയും നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ടേബിളുണ്ട്, ഒരു ചെയറുണ്ട്. നമുക്ക് കോഫിയൊക്കെ ആക്കി കുടിക്കണമെങ്കിൽ അത് കുടിക്കാം. അതിൻ്റെ മിക്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ നല്ലൊരു മിററുണ്ട്. ഇനിയിപ്പോൾ ടോയ്ലറ്റും ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് കയറുവാണെങ്കിൽ ഇതാ വാഷ് ഏരിയ ഇവിടെയാണ്. ടോയ്ലറ്റ് ഇതാ ഇവിടെയാണ്. പിന്നെ ഇവിടെ ഒന്നും ബക്കറ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഷവറിൽ വേണം നമ്മൾ കുളിക്കാൻ. അത്യാവശ്യം നല്ലൊരു ഫ്രണ്ട്ലി ബഡ്ജറ്റ് ആയിട്ടുള്ളൊരു മുറി തന്നെയാണ് കേട്ടോ ഇത്. ജോർജ് ടൗണിൽ ഞങ്ങൾ മുറി ബുക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം നോക്കിയത് ലൊക്കേഷനാണ്. പിന്നെ റിവ്യൂസ് നോക്കി, പിന്നെ ഒരു ബഡ്ജറ്റും കൂടെ നോക്കി. ഇവിടെ ഒരുപാട് ബാക്ക് പാക്കേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കൂടുതലായിട്ടും ഡോർമെട്രീസ് ആണുള്ളത്. ഈ ഒരു മുറി ഞങ്ങൾ 2 ദിവസത്തേക്കാണ് ബുക്ക് ചെയ്തത്. 1400 ഇന്ത്യൻ രൂപയാണ് ഒരു ദിവസത്തേക്ക് വരുന്ന വാടക. അതുപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ നമ്മളോട് ടൂറിസ്റ്റ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പൈസ വാങ്ങും. അത് നമ്മൾ കോലാലംപൂർ നിന്ന സമയത്തും, അത് മലേഷ്യയിൽ എല്ലായിടത്തും ഉണ്ട് കേട്ടോ സംഭവം. അപ്പൊ ഇവിടെ വാങ്ങിയത് 24 റിങ്കറ്റ് ആണ്. അപ്പം അതിന്റെ ഇന്ത്യൻ രൂപ എത്രയാണ് നിങ്ങൾ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമ്മുടെ ഡേയ്സ് ഒക്കെ നോക്കിയിട്ടാണ് അവർ വാങ്ങുന്നത്. എല്ലാവരും വാങ്ങും, അത് തിരിച്ചൊന്നും തരൂല. പിന്നെ കൂടാതെ തന്നെ ഇവര് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് കുറച്ച് പൈസ വാങ്ങും. അത് വേറൊന്നുമല്ല, നമുക്ക് ഇവിടെ ഒരുപാട് സംഭവങ്ങൾ, TV ഉണ്ട്, പിന്നെ എന്താ പറയാ എന്തൊക്കെ ഉണ്ടല്ലോ. ഇതിനെന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ നമ്മളെ ഈടാക്കും. അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും മോഷ്ടിച്ച് പോകുന്നൊക്കെ അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ എടുത്ത് കാര്യം പറഞ്ഞില്ല. ഞങ്ങളോട് 50 റിങ്കറ്റാണ് വാങ്ങിയത്. ഇവിടെ വലിയ രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് നാശനഷ്ടങ്ങൾ വന്നാൽ എത്രത്തോളം പൈസ പിടിക്കുന്നൊക്കെ. അത് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് തിരിച്ചു തരുകയും ചെയ്യും. റൂമിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ 6:45 ഹോട്ടലിന്റെ തൊട്ട് മുന്നിൽ തന്നെ ഒരു മാർട്ടൊക്കെ ഉണ്ട്. ഇത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു മാർട്ടാണ്. കോലാലംപൂരിലും ഞങ്ങൾക്ക് ഇതേപോലുള്ളൊരു നല്ല മാർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഇതിലൂടെ അങ്ങ് നടന്നു പോവാം. 1 മണിക്കൂറുണ്ട് ഇനിയിപ്പോൾ സൺസെറ്റ് ആകാൻ. ഈ ഞങ്ങൾ റൂം എടുത്ത ഭാഗമില്ലേ, ഇവിടെ കൂടുതലും ചൈനീസ് ആണ്. അതായത് നമ്മളെടുത്ത റൂം ആയാൽ പോലും ചൈനക്കാരൻ്റെതാണ്. അവിടെ കൂടുതലും ചൈനീസിലാണ് എല്ലാം എഴുതിയിട്ടുള്ളത്. ഇതാ ഇവിടെ ആയാലും ഇതാ. മലേഷ്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ നഗരമാണ് ജോർജ് ടൗൺ എന്ന വീഡിയോയുടെ തുടക്ക ഭാഗത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ. പെനാങ് സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ സിറ്റി കൂടിയാണ് ഇവിടം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു സ്ഥലം കൂടിയാണിത്. ഇവിടെ ഇതാ നടന്നു പോകുന്ന വഴിക്ക് തന്നെ ശ്രീ അയ്യപ്പൻ സേവാ സമാജം കണ്ടുട്ടോ. ഇവിടെ തമിഴിൽ കൂടെ എഴുതിയിരിക്കുന്നത് കാണാം. ഇതിലൂടെ ഇന്ന് നടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, പല ഷോപ്പുകളും ഇന്ന് ഓപ്പൺ അല്ല. ഇനി ഇതൊക്കെ നൈറ്റ് ഓപ്പൺ ആവുന്ന കടകളാണോ എന്നും അറിയില്ല. ഒരു 2ാമത്തെ വലിയ സിറ്റിയാണല്ലോ ഇത്.
തിരക്കേ ഇല്ല. ഈ ഒരു ജോർജ് ടൗണിലുണ്ടല്ലോ തമിഴ് ഭാഷയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട്. അതായത് നമ്മൾ നടന്നു വരുന്ന വഴി തന്നെ ഒരുപാട് കടകളുടെ ബോർഡുകളിൽ ഇപ്പം നമ്മൾ അയ്യപ്പ സമാജം കണ്ടില്ലേ തമിഴ് ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഇവിടെ വർഷങ്ങൾക്ക് മുന്നേ ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കോളനികളായിരുന്നു ഉണ്ടായത്, ഈ ജോർജ് ടൗൺ പ്രദേശം മുഴുവൻ. അപ്പം ഒരുപാട് തമിഴിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ടായി. ഇപ്പോഴും ഇവിടെ ഇന്ത്യൻ തമിഴിലുള്ള ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്. ഇവിടെ ലിറ്റിൽ ഇന്ത്യ എന്ന പേരിൽ ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അതായത് അവിടെ തന്നെ തമിഴിലും നമ്മുടെ ഇന്ത്യക്കാരായിട്ട് ഒരുപാട് ആളുടെ കടകളും റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വരും ദിവസങ്ങൾ എന്തായാലും അങ്ങോട്ടേക്കൊക്കെ പോകുന്നുണ്ട്. ഇതൊരു ദ്വീപാണെന്ന് കരുതി ഇവിടെ ഒന്നും ഇല്ലാന്ന് ആരും വിചാരിക്കണ്ട. ഇത് അത്യാവശ്യത്തിന് വലിയൊരു സ്ഥലം തന്നെയാണ്. ഒരുപാട് വലിയ വലിയ കെട്ടിടങ്ങളാണ് ഈ ഭാഗത്ത് മുഴുവനുള്ളത്. നമ്മൾ ഈ ഒരു മലേഷ്യയിൽ വന്നല്ലോ, ഇതുവരെയായിട്ടും ഒരു സ്ട്രീറ്റ് ഡോഗിനെ പോലും കണ്ടിട്ടില്ല. അത് ഇവിടെ ആയാലും ശരി, അതായത് ജോർജ് ടൗൺ ആയാലും ശരി, നേരത്തെ പോയി വന്ന കോലാലംപൂരായാലും ശരി, എവിടെയും അതിനെ കണ്ടില്ല. ഇത് അത്യാവശ്യത്തിന് വലിയൊരു കെട്ടിടമാണേ. ഞങ്ങളിനിയിപ്പോൾ ഒരു ലൊക്കേഷൻ വെച്ചിട്ടുണ്ട്. അവിടത്തേക്ക് ഒരു 750 മീറ്ററും കൂടി ഉണ്ട്. നടന്നു പോകാനിതാ നല്ല വഴികളാണ്. ഞങ്ങൾ ആദ്യം മലേഷ്യയിൽ വന്ന സമയത്ത് ഇതൊരു സ്കൂട്ടറാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇതൊരു സ്കൂട്ടറല്ല, ഇതൊരു ബൈക്കാണ്. പിന്നെ ഇവിടെ ഒരു വെറൈറ്റി രീതിയിലുള്ളൊരു കെട്ടിടം കണ്ട, അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു വലിയൊരു കെട്ടിടം കൂടിയുണ്ട്. ഈ ഒരു കമ്പനി മിസ്തുബിഷി അങ്ങനെയല്ലേ, അതിൻ്റെ ഇതിലുള്ള വണ്ടിയാണ്. നടന്നിപ്പോൾ ഒരു ബീച്ചിൻ്റെ ഭാഗത്തെത്തിയേ. നമ്മൾ നേരത്തെ വന്ന ബട്ടർവർത്തിൻ്റെ ഭാഗങ്ങളാണ് അങ്ങ് മുന്നിലായി കാണുന്നത്. പിന്നെ ഇവിടെ ഈ ദൂരത്തായി കാണുന്നത് പോർട്ടിൻ്റെ ഭാഗങ്ങളാണ്. ജോർജ് ടൗണിൻ്റെ ഭാഗങ്ങളൊക്കെ അങ്ങ് പുറകിലേക്കാണ്. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതാ ഇനി ഇതിലൂടെ അങ്ങ് നടന്നു പോകാം. കാരണം അത്രയും നല്ല വ്യൂ കിട്ടുന്ന ഭാഗങ്ങളല്ലേ അല്ലേ. ഈ ഒരു സ്ഥലത്തിന്റെ പേര്, അതായത് അങ്ങോട്ടേക്ക് പോകുന്നില്ലേ, ആ സ്ഥലത്തിന്റെ പേര് പ്രൊണൗൺസിയേഷൻ ശരിയാണെന്ന് എനിക്കറിയില്ല. GURNEY ഗുർണെ കർണ എന്നൊക്കെയാണ് പലരും കണ്ടത്. അപ്പൊ അങ്ങോട്ടേക്കാണെങ്കിൽ നമ്മൾ പോകുന്നത്. വേറൊരു കാര്യം എന്ന് വെച്ചാല് നല്ല രീതിയിൽ കുറച്ചും കൂടെ നേരത്തെ ആയാലും സൺസെറ്റ് കാണാമായിരുന്നു. ഇപ്പൊ 7:20 സൂര്യനൊക്കെ അസ്തമിച്ച ഒരു മട്ടായി പോയി. ആ പറഞ്ഞൊരു വാക്ക് ഏരിയ ഇതാണേ. ഇനിയിപ്പോൾ ഇതിലൂടെയൊക്കെ നടക്കാം. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇവിടെ എത്തണമായിരുന്നു, കാരണം സൂര്യൻ അസ്തമിച്ചു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഇരുട്ടായി വരികയാണ്. അത് ആ ഭാഗത്തേക്കാണ് വലിയ വലിയ കെട്ടിടങ്ങളുള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിലൂടെ അങ്ങ് നടന്ന് റൗണ്ട് അടിച്ച് വരാം. നമ്മൾ വന്ന ഒരു ഭാഗം അതിലൂടെയാണ്. അതിലൂടെ ഒരുപാട് നടന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. ഒരു ദ്വീപിൽ ഇവർ പണിത് വെച്ച നിർമ്മിതികളൊക്കെ കണ്ട ഒരുപാട് വലിയ വലിയ കെട്ടിടങ്ങളാണ് നമ്മുടെ മുന്നിലായി കാണാനായി സാധിക്കുന്നത്. അതങ്ങ് ആ ഭാഗം മുതലിതാ അവിടേക്കാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ അങ്ങ് അവിടെ മുന്നിലായിട്ട് വലിയ കെട്ടിടങ്ങളുടെ പണി നടക്കുകയാണ്. അപ്പോൾ ഇനി ഒരുപാട് കെട്ടിടങ്ങൾ ഇവിടെ വരും എന്ന് അർത്ഥം. വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ പറ്റിയൊരു നല്ലൊരു പ്ലേസാണിത്. അതായത് രാവിലെ ജോഗിങ്ങിനൊക്കെ പറ്റിയൊരു കിടിലം പ്ലേസ്. അതായത് ഇതൊക്കെ ഈ ഒരു നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നൊരു ഭാഗം തന്നെയാണിത്. 7:40 ഇപ്പോൾ സമയം. നേരത്തെ ബ്രിട്ടീഷുകാരുടെ ആ ഒരു കോളനിയൊക്കെ കാര്യം പറയണ്ടായില്ലേ ഈ ഒരു നഗരത്തെക്കുറിച്ച്. അതായത് തെക്ക് കിഴക്കൻ ഏഷ്യയിലത്തെ ബ്രിട്ടീഷുകാരുടെ മെയിൻ ആയിട്ടുള്ള ഒരു സെൻറ്റർ ഈ പറഞ്ഞ ജോർജ് ടൗൺ തന്നെയാണ്. ഈ ഒരു നഗരത്തിന് എങ്ങനെ ജോർജ് ടൗൺ എന്നൊരു പേര് വന്ന് നമുക്ക് നോക്കാം. അതായത് 1760-നും 1860-നും ഇടയിൽ ഗ്രേറ്റ് ബ്രിട്ടൻ്റെയും അയർലൻഡിൻ്റെയും ഭരണാധികാരിയായിരുന്നു ഉണ്ടായത് ആര്? ജോർജ് മൂന്നാമൻ. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ ഒരു നഗരത്തിന് ആ ഒരു പേര് നൽകിയിട്ടുണ്ടായത്. ഇപ്പോൾ ഏകദേശം ഈ ഒരു നഗരത്തിൽ 10 ലക്ഷത്തിനടുത്ത് ജനസംഖ്യയുണ്ട്. കൂടാതെ തന്നെ 306 കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ ഒരു നഗരം വ്യാപിച്ചു കിടക്കുന്നത്. ഒരു ദ്വീപാണല്ലോ. ഗൂഗിൾ മാപ്പിൽ എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാം. ഈ ഒരു ദ്വീപിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഈ മലേഷ്യ എന്ന് പറഞ്ഞ രാജ്യം, നമ്മളിപ്പം നമ്മുടെ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ലക്ഷദ്വീപ് ഉണ്ട്, ആൻഡമാൻ നിക്കോബാർ ഉണ്ട്, 2 ദ്വീപുകളാണല്ലോ. ഇവിടെ ഈ മലേഷ്യേൻ്റെ ഒരു ഭൂപ്രകൃതി എടുത്ത് നോക്കുമ്പോൾ 2 ദ്വീപുകളായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. ഒന്ന് പറഞ്ഞാൽ ജോർജ് ടൗൺ തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലം തന്നെയാണ്. മറ്റൊന്ന് പറഞ്ഞാൽ ലങ്കാവി. ലങ്കാവിയിലേക്ക് ഒരുപാട് ആൾക്കാർ ടൂറിസത്തിന് പോകുന്ന സ്ഥലമാണല്ലോ. മെയിനായിട്ടുള്ള ഒരു ഹണിമൂൺ സെൻ്ററൊക്കെയാണ് ഈ ലങ്കാവി വരുന്നത്. ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ള ഒരു ദ്വീപായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ജോർജ് ടൗണിൽ ഈ ഒരു ഭാഗത്തല്ല, പെനാങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ, അവിടെ ഒരു വിമാനത്താവളം കൂടി ഉണ്ട്. അതായത് പെനാങ് ഇന്റർനാഷണൽ എയർപോർട്ട് കൂടി ഉണ്ട്. ഈ ഭാഗത്ത് കൂടുതലും സ്ട്രീറ്റ് ഫുഡുകളല്ല, സീ ഫുഡ് കിട്ടുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റുകളാണ്. ഇത് ഇവിടെ തന്നെ വലിയൊരു റെസ്റ്റോറൻ്റ് ആണ്.
ഒരുപാട് ആൾക്കാരാണ് ദേ അവിടത്തേക്ക് പോകുന്നത്. ജോർജ് ടൗണിലെ മാരിറ്റ് ഹോട്ടൽ ഇവിടെയാണ്. ഇവിടെ വലിയൊരു റോഡുണ്ട്. ആ റോഡിൻ്റെ ഈ ഭാഗത്താണ് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉള്ളത്. രണ്ട് ഭാഗത്തും വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടുഭാഗം വഴിയാണ് വണ്ടികൾ പോവുക. പിന്നെ നടക്കാൻ സെപ്പറേറ്റ് ഇതിലൂടെയാണ് വഴി. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് അടുത്തൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെ വലിയ വലിയ മരങ്ങളാണുള്ളത്. ഇതിലൂടെയൊന്നും അധികം ആൾക്കാരൊന്നും തന്നെ ഇല്ല. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഇതിലൂടെ പോകുന്നത്. ഇവിടെ ഇപ്പോൾ 8 മണിയായല്ലോ. ഈ 8 മണിയായ സമയത്ത് സ്ട്രീറ്റിൽ ആൾക്കാരേ ഇല്ല. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ഞാൻ കുറച്ച് തിരക്കൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ തിരക്കേ ഇല്ല. കോലാലംപൂരിലൊക്കെ റാപ്പിഡ് കേലായിരുന്നു, ഇവിടെ റാപ്പിഡ് പെനാഗ്. രാത്രിയിൽ ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് ഓരോ സ്ട്രീറ്റുകളും നല്ല കളർഫുള്ളായി. ഇനിയിപ്പോൾ രാത്രിയിൽ ഭക്ഷണം കഴിക്കണം. ഒരു ഹോട്ടൽ തപ്പി ഞങ്ങളങ്ങനെ നടക്കുക. ഈ ഭാഗത്ത് ഒരുപാട് സ്പാകളും ബാറുകളൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് ഈ ഭാഗത്ത്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൗൺ ആക്റ്റീവായത്. ഇതുണ്ടോ ഈ ഭാഗത്ത്? ഇതൊക്കെ ചെറിയ ചെറിയ ബാറുകളാണ്. പിന്നെ പബ്ലിക്കായിട്ട് തന്നെ ഒരുപാട് പേര് സ്മോക്കൊക്കെ ചെയ്യുന്നത് കാണാം. ഇവിടെ ചെറിയൊരു ഫുഡ് കോർട്ടുണ്ട്. ഈ റോഡിൻ്റെ ഇവിടെ തന്നെ ടേബിളൊക്കെ ഇട്ട് ഒരുപാട് പേര് ഫുഡൊക്കെ കഴിക്കുന്നത് കാണാം. ഫുഡല്ല, ബിയറാണ്. ഫുഡ് എന്ന് മാറിപ്പോയതാ. ഇവർ നമ്മളെ ഇങ്ങനെ വിളിക്കും 10 for beer. ഒരു ബിയറിന് 10 റിങ്കറ്റ്. ജോർജ് ടൗണിലെ ക്വീൻ സ്ട്രീറ്റ് ആണിത്. ഇവിടെ ഒരുപാട് തമിഴ് റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇത് ഇവിടെ തന്നെ ഒരു റെസ്റ്റോറൻ്റൊക്കെ കാണാം. പൊറോട്ടയാണ് അവിടെ നിന്ന് ചുടുന്നത്. ഇവിടെ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു നല്ലൊരു ഹോട്ടൽ നോക്കിയിട്ട് നമുക്കിവിടെ കയറാം. പിന്നെ ഇവിടെ പുറത്തുതന്നെ ടേബിളൊക്കെ വെച്ച് പുറത്തുനിന്ന് കഴിക്കുന്നതും കാണാം. ഇവിടെ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ, മാലയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു തട്ടുകട എന്ന് പറയാം. ഇവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ചപ്പാത്തിയും റൊട്ടിയൊക്കെ ചൂടുന്ന കാണാം. എന്തായാലും ഇവിടെ നിന്ന് കഴിക്കുന്നില്ല. വേറൊരു നല്ലൊരു ഹോട്ടൽ ഞങ്ങളിപ്പോൾ ഓൾറെഡി ലൊക്കേഷനിൽ വെച്ചിട്ടുണ്ട്. നേരെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചയാണ് അതൊക്കെ. ഇവിടെ അണ്ണാച്ചി ബാംബു മസാല ബിരിയാണി എന്നൊക്കെ എഴുതി കാണാം. പിന്നെ ബനാന ലീഫ് മീൽ, അതായത് വാഴയിലുള്ള ഊണ്. ഇത് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷനാണ്. നല്ല രസമല്ലേ പോകാൻ? 2 പേർക്ക് മാത്രമേ ഇതിൽ പോകാൻ പറ്റത്തുള്ളൂ. ശ്രീ ആനന്ദ ഭവൻ, ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. പിന്നെ നേരെ ഇങ്ങോട്ട് പോയാൽ ഈ ഭാഗത്തും ഉണ്ട്. ഇവിടെ ഈ തമിഴ്നാട് ടൈപ്പ് ഫുഡൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളാണ്. ഇവിടെ ഡിണ്ടിഗൽ ബിരിയാണി അത്യാവശ്യം നല്ലൊരു ഷോപ്പാണ്. പിന്നെ ഇവിടെ വുഡ് ലാൻഡ്സ് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതാണ് ഞങ്ങൾ മാപ്പ് വഴി നോക്കിയത്. ഇതൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. ഞങ്ങൾ ഇന്നധികം ഫുഡ് സ്ട്രീറ്റിൻ്റെ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല കേട്ടോ. ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. ഇവിടെ ഇന്ന് കഴിക്കുന്നത് ബട്ടർ നാൻ, ഗീ ദോശയും അതുപോലെ തന്നെ ഒണിയൻ ദോശയും. മസാല ദോശ ഇല്ല കേട്ടോ ഇന്നിവിടെ. ഇത് ഒണിയൻ ദോശയാണ്. ഇതിൻ്റെ കൂടെ തന്നെ സാമ്പാറുണ്ട്, ചട്നി 2 ടൈപ്പ് ഉണ്ട്. ഇത് ഗീ ദോശ, ഇതിൻ്റെ കൂടെയും 2 ടൈപ്പ് ചട്നി ഉണ്ട്, അതുപോലെ തന്നെ സാമ്പാറുണ്ട്. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ചില്ലി ബജി കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബട്ടർ നാൻ വരണത്രേ. ആദ്യം ഇതാണ് വന്നത്. മസാല ദോശയാണെങ്കിൽ അകത്ത് മസാല ഉണ്ടാവും. ഇനിയിപ്പോൾ ഒണിയൻ ദോശയാണെങ്കിൽ അകത്ത് ഉള്ളി ഉണ്ടാവും. ഇനിയിപ്പോൾ ഗീ ദോശയാണെങ്കിൽ അതിൻ്റെ അകത്ത് നെയ്യ് ഉണ്ടാവും. പിന്നെ ഇവിടെ പറഞ്ഞ ബട്ടർ നാനും കൂടെ വന്നു കേട്ടോ. ഞങ്ങൾ ഇതിൻ്റെ കൂടെ ചില്ലി ബജി കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നല്ല ചൂട് ചില്ലി ബജിയും വന്ന്, ചട്നി തന്നെയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. ഇത് 4 ഇങ്ങനെയുള്ള പീസാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. ഇത്രയും കഴിച്ച ഫുഡിന് എത്രയായി നോക്കാം. 20.65 റിങ്കറ്റാണ് ആയത്. ഏകദേശം ഇന്ത്യൻ രൂപ പറയുകയാണെങ്കിൽ 480 രൂപയുടെ അടുത്ത് വരെ. ഞങ്ങൾ എന്ന് വെച്ചാൽ സാധനം ഒരുപാട് കഴിച്ചു. കാരണം വെച്ചാൽ
എനിക്കൊന്ന് കോലാലംപൂരിൽ കഴിച്ചതിനെക്കാളും കുറച്ച് പൈസ കുറവ് ഞങ്ങൾക്ക് ഇവിടെ തോന്നി. അത് ഈ ഒരു റെസ്റ്റോറൻറ്റ് മാത്രം കാര്യമാവാം. പിന്നെന്ന് പറഞ്ഞാൽ ആ പോകുന്ന ഭാഗത്ത് തന്നെ മൊത്തം ഇന്ത്യൻ റിലേറ്റഡ് ആയിട്ട് റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. 9:15 ഇപ്പോൾ ഇവിടെ നല്ല ബ്ലോക്കാണ് ഈ സമയത്ത്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, മഹാമാരിയമ്മൻ കോവിൽ. പിന്നെ ഇവിടെ തന്നെ മണി ചേഞ്ചർ, അതായത് നമുക്ക് പൈസയൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ആ ഒരു ഭാഗത്തെ ലൈറ്റിംഗ് ഒക്കെ കണ്ട. ഇനിയിപ്പം ഓൾമോസ്റ്റ് ഇവിടുത്തെ കടകളൊക്കെ ക്ലോസ് ആയി. ജോർജ് ടൗണിൽ മാത്രം കാണുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണിത്. ഇതൊരു സൈക്കിളാണ്. ഇവിടെ 2 പേർക്ക് ഇരിക്കാം. ഇവിടെ ചവിട്ടുന്ന ഒരു പുള്ളിക്കാരൻ ഇരിക്കും. ഇതിൽ പാട്ടൊക്കെ വെച്ച് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണിത്. നേരത്തെ പോകുന്നത് നമ്മളിത് കണ്ടല്ലോ. ശരിക്കും ഇത് മലേഷ്യയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് മാത്രമാണുള്ളത്. ഒരു വെറൈറ്റി സംഭവം തന്നെയാണിത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്കാണ് പോകാനുള്ളത്. ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള പരിപാടികളൊക്കെ തന്നെയാണ്. പിന്നെ ഇതിലൂടെ പോലീസ് വണ്ടിയൊക്കെ പോകുന്നതാണ്. പോലീസ് വണ്ടിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിലൂടെ നടക്കാൻ ഫുട്പാത്ത് ഇല്ല. എക്സ്ക്യൂസ് മീ. ഇത്ര അടുത്തൂടെയാണ് ബസ് പോകുന്ന നോക്കിയേ. അതായത് ഇവർ ഇരുന്ന് കഴിക്കുന്നതിന്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. റോട്ടിൽ തന്നെയാണ് ടേബിൾസ് ഒക്കെ ഉള്ളത്. അവിടെ പാട്ടൊക്കെയാണ്. ശരിക്കും നൈറ്റ് ലൈഫ് ഇവിടെ തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്കൂട്ടറും ബൈക്കൊക്കെ റെന്റിനെടുക്കാം. ഇവിടെ സ്കൂട്ടർ ഫോർ റെന്റ് എന്നൊക്കെ പറഞ്ഞ് കാണാം. ഇതുപോലെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. സ്കൂട്ടർ മാത്രമല്ല, നിങ്ങൾക്ക് കാറും ഇവിടുന്ന് റെന്റിനെടുക്കാം. പിന്നെ ഇങ്ങോട്ടൊക്കെ ഇതാ സ്റ്റാറൊക്കെ കെട്ടി നോക്കി, അടിപൊളിയാണ്. ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല പ്ലേസ്. ഇനി ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂം എടുത്ത ഭാഗത്ത് തന്നെ ഒരു മാർട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, നേരെ ഇനി അങ്ങോട്ടേക്ക് ആദ്യം പോകണം. അവിടുന്ന് വെള്ളം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. എന്നിട്ട് നേരെ റൂമിലേക്ക് പോവാം. ഒരു 400 മീറ്ററും കൂടെ നടക്കാനുണ്ട്. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ട്രാക്ക് കണ്ടു. നവി നേരത്തെ പോകുമ്പോൾ തന്നെ പറഞ്ഞാണ്, എടാ ഇത് ട്രാം പോകുന്ന ട്രാക്ക് അല്ലേ എന്ന്. അങ്ങനെ ഞങ്ങൾ ചെക്ക് ചെയ്തു. അതെ, ഇത് മുമ്പ് ഇതിലൂടെ ട്രാം ഓടിയ ഒരു വഴിയായിരുന്നു. അതായത് 1880കളിലാണ് ഇവിടെ ട്രാം സർവീസ് ആരംഭിച്ചത്. എന്നിട്ട് 1950കളിൽ ഇവിടെ അത് അവസാനിപ്പിച്ചു. മലേഷ്യയിൽ പണ്ട് ട്രാം സർവീസ് ഉണ്ടായിരുന്നൊരു ഭാഗമാണിത്. അതിൻ്റെ ചെറിയൊരു അവശേഷിപ്പ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ തന്നെ ദ ജോർജ് എന്ന് എഴുതിയിട്ടുള്ള വലിയൊരു കെട്ടിടം കാണാം. അവിടെയും ആ ഒരു എഴുത്തൊക്കെ കാണാം. ശരിക്കും രാത്രിയിൽ ഈ ഒരു ലൈറ്റൊക്കെ ഇട്ട് എന്ത് മനോഹരല്ലേ. ഇത് നമ്മൾ നേരത്തെ വന്നിറങ്ങിയ ഫെറി ടെർമിനലില്ലേ, അങ്ങോട്ട് പോകുന്ന ഒരു വഴിയായത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. ആദ്യം മിനറൽ വാട്ടർ വാങ്ങാം, പിന്നെ കഴിക്കാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാം. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കാം. ഇവിടെ നെസ്കഫേ ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് മിൽക്ക് ഷേക്കുകളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ച് വെക്കുന്നൊന്നുമില്ല, ഇന്ന് രാത്രി കഴിക്കാൻ മാത്രം വാങ്ങിക്കാം. 1.5 ലിറ്റർ വെള്ളമാണ് ഇത്. 2.90, അതായത് 69 ഇന്ത്യൻ രൂപയാണ് ഈ ഒരൊറ്റ കുപ്പി വെള്ളത്തിന്. 2 യോഗട്ട് കൂടി എടുക്കാം. ഇതിന് 3.90 ആണുള്ളത്. അത് 2 എടുക്കാം. അങ്ങനെ റൂമിൽ തിരിച്ചെത്തിയേ. ഇന്ന് ജോർജ് ടൗണിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ലിറ്റിൽ ഇന്ത്യയുടെ ഭാഗത്തേക്കും ഒരുപാട് നൈറ്റ് ലൈഫ് ഉള്ള ഭാഗത്തേക്കും പോകാനായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ആർട്ടിന് ഫേമസ് ആയ ഒരു സ്ഥലം കൂടിയാണ് ജോർജ് ടൗൺ എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ലേ, ഇവിടുത്തെ ബസ്സിന്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോലാലംപൂർക്ക് ആണെങ്കിൽ കാർഡ് വെച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ, ക്യാഷ്ലെസ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാല് ഫ്രീ ആയിട്ട് പോകുന്ന ബസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് അറിയില്ല, നോക്കി കണ്ടുപിടിച്ച് പോകണം നാളൊരിക്കല്. പിന്നെ അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാല് കണ്ടക്ടർ ഒന്നുമില്ല, മുന്നിൽ ഡ്രൈവർ ഇരിക്കുമല്ലോ. നമ്മൾ നേരെ പോയിട്ട് പൈസ കൊടുക്കും. നേരെ നമ്മൾ ക്യാഷ് ഉണ്ടാവുമല്ലോ, പൈസ നേരെ തുല്യമായിട്ടൊരു പൈസ പറയും, അത് അതിൽ നമ്മൾ നിക്ഷേപിക്കുക. ബാക്കിയൊന്നും ചില സമയത്ത് കിട്ടൂല. കൃത്യമായ സമയത്ത് പൈസ കൊടുത്തിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ബസ് സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം അതിനൊന്ന് പറ്റിയൊന്ന് കയറുന്നുണ്ട്. പിന്നെ ഇനിയിപ്പം നാളെ രാവിലെ ഞങ്ങൾ പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ പിനാങ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് ആണല്ലോ. പിനാങ് ഹില്ലുണ്ട്, അതായത് ഈ ഒരു ജോർജ് ടൗൺ എന്ന് പറഞ്ഞ ദ്വീപ് തന്നെ വലിയൊരു മലയുണ്ട്. മലയിലേക്ക് പോകണമെങ്കിൽ കുറച്ച് ബസ്സിൽ പോയി
അവിടെ ഒരു ലൊക്കേഷൻ ഉണ്ട്. അവിടുന്ന് ഒരു ട്രെയിൻ പോലത്തെ സംഭവം ഉണ്ട്. ട്രെയിനിൽ കയറിയിട്ടാണ് നേരെ മേലേക്ക് പോകേണ്ടത്. അതായത് നാളെ രാവിലെ തന്നെ പോണല്ലേ? രാവിലെ പോകണം. അതിന്റെ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ വഴിയൊക്കെ എടുക്കുന്നുണ്ട്. കിട്ടുമെന്ന് അറിയില്ല. അവിടെ പോയിട്ട് കുറെ നേരം ക്യൂ നിൽക്കണം എന്നാണ് ഇപ്പൊ കേട്ടത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റേ ബൈ.